മലയാളത്തിന്റെ അംബാസിഡർ ആവാനുള്ള ആദ്യ പടിയാണ് രാവണിലെ തന്റെ വേഷമെന്ന് പൃഥ്വിരാജ്. വിക്രമിന്റെ ആരാധകനാണെന്നും ഹിന്ദിയിൽ വിക്രമും തമിഴിൽ താനും ചെയ്ത കഥാപാത്രങ്ങളെ വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണെന്നും അദ്ദേഹം പറഞ്ഞു. രാവണിന്റെ റിലീസിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ മനോരമ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവൺ സിനിമയുടെ വിജയലഹരിയിലാണ് പൃഥ്വിരാജ്. സിനിമയ്ക്ക് എല്ലായിടത്തു നിന്നും വിദേശത്തുൾപ്പെടെ ലഭിച്ച പ്രതികരണത്തിൽ വലിയ സന്തോഷം. ക്രൗഡ് കൺട്രോൾ എക്സസൈസ് ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ അത്രയും വലിയൊരു വരവേൽപ്പായിരുന്നു. തിരിച്ച് ഞാൻ നാട്ടിലെത്തി. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഗംഭീരമായ വരവേൽപ്പാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഞാനും കെനിയും ഞാനും വിക്രമും എപ്പോഴും ഒരു അരമണിക്കൂർ കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് അതിന്റെ സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയുടെ അംബാസഡർ ആകാനുള്ള ശ്രമത്തിലെ ആദ്യ പടി എന്ന നിലയിലാണ് രാവണിലൂടെ ലഭിച്ച വലിയ അവസരത്തെ പൃഥ്വിരാജ് കാണുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്നെങ്കിലും ഒരു ദിവസം മലയാള സിനിമയുടെ ഒരു അംബാസഡർഷിപ്പ് എന്നിലൂടെ എനിക്ക് ഏറ്റെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയാണ് അതിന്റെ ആദ്യത്തെ എന്റെ ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത്. അഭിനേതാക്കളെ അസ്വസ്ഥരാക്കി മനസ്സിലുറപ്പിച്ച ശൈലികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന മണിരത്നത്തിന്റെ രീതി വളരെ ആകർഷിച്ചു. തന്നേക്കാൾ പ്രായമുള്ള നായിക ഐശ്വര്യ റായിയും ജ്യേഷ്ഠനെ പോലെ കാണുന്ന വിക്രമും അഭിഷേക് ബച്ചനും നൽകിയ പരിഗണന വളരെ വലുത്. ഹിന്ദിയിലും തമിഴിലുമായി സിനിമയിൽ വിക്രത്തിന്റേത് അസാമാന്യ പ്രകടനമാണ്. ഹിന്ദിയിൽ വിക്രമും തമിഴിൽ താനും കൈകാര്യം ചെയ്ത കഥാപാത്രങ്ങൾ വ്യത്യസ്ത രുചികളുള്ളതായതുകൊണ്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. തമിഴിൽ ഞാനും ഹിന്ദിയിൽ വിക്രമും ചെയ്തിരിക്കുന്നതാണെങ്കിലും രണ്ട് ടൈപ്സ് ഓഫ് പെർഫോമൻസ് ആണ്. ഇതിൽ ഏത് ദേവാണ് നിങ്ങൾക്ക് കൂടുതൽ കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് ഒരു പ്രേക്ഷകന്റെ തെരഞ്ഞെടുപ്പാണ്. ഒരു പ്രേക്ഷകനാണ് തീരുമാനിക്കേണ്ടത്. രാവൺ പോലൊരു വലിയ സിനിമ നടൻ എന്ന നിലയിൽ കൂടുതൽ ചീകിയൊരുക്കി. എങ്കിലും പൃഥ്വിരാജ് തന്നെ ആയിരിക്കുമെന്ന് പറയാനും അദ്ദേഹം മറന്നില്ല.